Friends. എനിക്ക് 52 വെറൈറ്റിയും കിട്ടി. കൊള്ളാലോ പ്രിൻസ്. ഫ്ലവർ കളക്ഷൻ കോമ്പറ്റീഷനിൽ ക്ലാസ്സിൽ നീ തന്നെ ഫസ്റ്റ് ആകും. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, 52 വെറൈറ്റിയോ? എനിക്ക് കിട്ടിയതാകെ 10 വെറൈറ്റിയാ. ഇത് ഫ്ലവർ കോമ്പറ്റീഷൻ അല്ലേ ആദം? ഫുഡ് കോമ്പറ്റീഷൻ ആണെങ്കിൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, മമ്മി എല്ലാവർക്കും നല്ല സാൻഡ്വിച്ച് തന്നു വിട്ടിട്ടുണ്ട്. വാ കഴിക്കാം. ആദം, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് അധികം നേരമായില്ലല്ലോ. നമ്മൾ 52 വെറൈറ്റി പൂക്കൾ കണ്ടുപിടിച്ചില്ലേ? അതിന്റെ ക്ഷീണം ഉണ്ടാവും. നമ്മളോ? നമ്മളെന്ന് ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ ഗ്രൂപ്പ്. എന്തായാലും എനിക്ക് വിശക്കുന്നു. ഞാൻ 2 സാൻഡ്വിച്ച് കഴിച്ചോട്ടെ പ്ലീസ്. ശരി, നീ കഴിച്ചോ. വരൂ കൂട്ടുകാരെ, നമുക്ക് ഗാർഡനിൽ ഇനിയും വെറൈറ്റീസ് ഉണ്ടോന്ന് നോക്കാം. ശരിയാ, എനിക്കിതുവരെ 30 വെറൈറ്റീസ് മാത്രമേ കിട്ടിയുള്ളൂ. വാ നോക്കാം. ആദം, നീ വേഗം കഴിച്ചിട്ട് വന്നേക്കണം. എന്തൊരു ടേസ്റ്റാ! ഓഹ്, ഒരാശ്വാസമായി. ഈശോയെ, എന്തൊരു മനോഹരമായ പൂവ്! പ്രിൻസ്, റോമക്സ്, നോക്കിയേ, എനിക്കൊരു മനോഹരമായ വെറൈറ്റി കിട്ടി. സ്റ്റെഫി, ഇത് തീർച്ചയായും ഒരു റെയർ വെറൈറ്റി ആയിരിക്കും. ഇതെനിക്ക് കിട്ടിയില്ലല്ലോ. നിനക്ക് വേണമെങ്കിൽ നീ വെച്ചോ പ്രിൻസ്. അത് വേണ്ട, നമ്മളൊരു കോമ്പറ്റീഷനിലാണ്. വിശക്കുന്നു. ഫ്രണ്ട്സ്, നമുക്ക് ലഞ്ച് കഴിച്ചാലോ? അതെ, സമയം 1 മണിയായി. വാ, നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. കുറച്ചു മുൻപല്ലേ കഴിച്ചേ? അതെ, പക്ഷെ നിങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒരു കമ്പനി തരാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. ആദം, നിന്റെ മമ്മി ഞങ്ങൾക്ക് വേണ്ടി തന്ന സാൻഡ്വിച്ച് എവിടെ? അത് പിന്നെ നിങ്ങൾക്ക് വിശപ്പില്ലാന്ന് കരുതി ഞാൻ മുഴുവനും കഴിച്ചു. അമ്പട കേമ, നീ കൊള്ളാലോ ആദം.
സുഖമുണ്ടല്ലോ. ഉഫ്. എനിക്ക് ആകെ കിട്ടിയത് 3 വെറൈറ്റിയാണ്. അപ്പോ ടോട്ടൽ 55. എനിക്കൊരു 45 എണ്ണം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരു 47 വെറൈറ്റി ഫ്ലവേഴ്സ് കിട്ടി. പക്ഷെ സ്റ്റെഫി, നിന്റെ ആ സ്പെഷ്യൽ വെറൈറ്റി ഫ്ലവർ ഇല്ലേ, അതിനെന്തായാലും സ്പെഷ്യൽ മാർക്ക് ഉണ്ടാവും. ആദം, നിനക്ക് എത്ര വെറൈറ്റി കിട്ടി? ഷോ, എന്റെ കോൺസെൻട്രേഷൻ പോവല്ലേ. ചിക്കൻ ലെഗ് കഴിക്കുമ്പോ ശ്രദ്ധിച്ച് ആസ്വദിച്ച് വേണം കഴിക്കാൻ. ഓ എന്റെ ആദം, ചിക്കൻ ബീച്ച് കഴിച്ചോണ്ടിരുന്നാൽ നാളെ നിനക്ക് ക്ലാസ്സിൽ മുട്ട കിട്ടും. ബുൾസയാണോ അതോ പുഴുങ്ങിയ മുട്ടയാണോ? റെയർ വെറൈറ്റി. ഒരു കളി കളിക്കാം. പ്രിൻസിനെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു ഐഡിയ. വരൂ, നമുക്ക് കൈ കഴുകാം. നിങ്ങൾ നടന്നോളൂ, ഞാൻ വരാം. പ്രിൻസ്, ഇനി നിന്റെ കാര്യം പോക്ക മോനെ. നല്ല ക്ഷീണം. എനിക്ക് നല്ല രസമാണ് തോന്നിയത്. അതെ അതെ, എത്ര മനോഹരമായ ഗാർഡൻ, മനോഹരമായ പൂക്കൾ. ദൈവത്തിന്റെ സൃഷ്ടി എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇഷ്ടമായോ ഈ ഗാർഡനും പൂക്കളും? പറയൂ കൂട്ടുകാരെ, ഇഷ്ടമായോ? കളക്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്താലോ? അത് നല്ല ഐഡിയ. ചെക്ക് ചെയ്യാം. അപ്പോൾ അല്ലേ പ്രിൻസ് നീ കള്ളനാകൂ. അപ്പൊ ഞാൻ ഇത്രയും വെറൈറ്റീസ് ഒപ്പിച്ചോ? വെറുതെ അല്ല, എനിക്കിത്രയും വിശക്കുന്ന. 47, 48, 49, 50. കൊള്ളാം. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. വാവൂ റോമെക്സ്, നിനക്ക് നല്ല കളക്ഷൻ കിട്ടിയല്ലോ. 58, 59, 60. കുറച്ചും കൂടി വേണമായിരുന്നു. സ്റ്റെഫി, നീ കൊള്ളാലോ. എത്ര വെറൈറ്റീസാ നിന്റെ കയ്യിൽ? 57, 58, 59, 60. എന്തു പറ്റി സ്റ്റെഫി? സ്റ്റെഫി, എന്താ കാര്യം? സ്റ്റെഫി, എന്തു പറ്റി? കാര്യം പറ. എന്റെ ആ റെയർ ആയിട്ടുള്ള പിങ്ക് വെറൈറ്റി പൂവ് കാണുന്നില്ല. ഈശോയെ, എന്റെ പൊന്നുംകുരിശു മുത്തപ്പ, അതെവിടെ പോയി? അയ്യോ ഈശോയെ, അതെവിടെ പോയി?
സാരമില്ല സ്റ്റെഫി, നമുക്ക് നോക്കാം. വാ. അത് ശരിയാ, നോക്കിയാ കിട്ടും. വാ. ശരിയാ, ആദം നോക്കിയാൽ കിട്ടും. പക്ഷേ സ്റ്റെഫിയുടെ ബാസ്ക്കറ്റിൽ നിന്നുമാണ് അത് പോയത്. അപ്പോ അത് താഴെ വീണതല്ല. പിന്നെ അത് ആരോ കട്ടെടുത്തതായിരിക്കും. കട്ടെടുക്കാനോ? ആര്? ഇത്രയും മനോഹരമായ പൂവ് ആര് കട്ടെടുക്കാനാണ് റോമിക്സ്? റോമിക്സ്, നീ എന്തായി പറയുന്നേ? ശരിയാണ്. അപ്പോ നമുക്ക് ആദ്യം നമ്മുടെ തന്നെ ബാസ്ക്കറ്റ് പരിശോധിച്ചാലോ? ആദ്യം എന്റെ ബാസ്ക്കറ്റ് തന്നെ നോക്കാം. ഇല്ലാലോ. ഇനി നമുക്ക് അടുത്ത ആളുടെ നോക്കാം. ഇനി പ്രിൻസിന്റെ ബാസ്ക്കറ്റ് നോക്കാം. ദേ, ആ റെയർ വെറൈറ്റി. കണ്ടോ കണ്ടോ, ഇതല്ലേ സ്റ്റെഫി നിന്റെ റെയർ വെറൈറ്റി പൂവ്? അതെ, പക്ഷേ ഇതെങ്ങനെ? കർത്താവേ, ഇതെങ്ങനെ എന്റെ ബാസ്ക്കറ്റിൽ? എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, നമ്മുടെ പ്രിൻസ് എങ്ങനെ ചെയ്യുവോ? അതെ, പ്രിൻസ് ആണിത് മോഷ്ടിച്ചത്. മോഷ്ടിക്കാനോ? ഞാനോ? എനിക്കറിയില്ല. ഈ പൂവ് പറന്ന് നിന്റെ ബാസ്ക്കറ്റിൽ വരില്ല പ്രിൻസ്. നീ കള്ളനാണ്. കർത്താവേ, ഞാനല്ല. നീ തന്നെ പ്രിൻസ്. പ്രിൻസിനെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കണം. അയ്യോ, അത് വേണ്ട. വേണം. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ പ്രിൻസ് വേണ്ട. ഈശോയെ, ഞാനല്ല ഇത് ചെയ്തത്. നമ്മുടെ കൂട്ടുകാർ കുറ്റം ചെയ്താൽ അവരെ നമ്മൾ പുറത്താക്കുകയല്ല വേണ്ടത്. അവരെ നമ്മൾ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരണം. അതാണ് ദൈവഹിതം. പണ്ട് ദൈവം നിനവേ നഗരത്തിലെ ജനങ്ങളോടും ജോനയോടും കാണിച്ചതുപോലെ. നിനവേ നഗരമോ? ഈ കഥ കേട്ടിട്ടേയില്ലല്ലോ. കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ കാരുണ്യവാനായ ദൈവത്തിന്റെ ആ കഥ കേൾക്കാൻ? ജോന ഒരു പ്രവാചകനായിരുന്നു. ഒരു ദിവസം ദൈവം അവനോട് സംസാരിച്ചു. ദൈവം അവനോട് നിനവേ നഗരത്തിൽ പോകാനും അവിടുത്തെ ജനങ്ങളെ നന്മയുടെയും സത്യത്തിന്റെയും പാതയിലേക്ക് നയിക്കുവാനും കൽപ്പിച്ചു. പക്ഷേ ജോന ദൈവകൽപ്പന അനുസരിച്ചില്ല. അവനൊരു കപ്പലിൽ കയറി നിനവേ നഗരത്തിന്റെ എതിർ ദിശയിലേക്ക് യാത്ര തിരിച്ചു. ഇത് കണ്ട് ദൈവത്തിന് വിഷമമായി. ദൈവം ഒരു ശക്തമായ കാറ്റു വീശി. ആ കപ്പൽ ആടി ഉടയാനും തുടങ്ങി. ജോനയ്ക്ക്
കാര്യം മനസ്സിലായി. തന്റെ തെറ്റിൽ അവന് മനസ്സു നൊന്തു. അവൻ കപ്പലിലെ ക്യാപ്റ്റനോട് തന്നെ കടലിലേക്ക് എറിയാൻ പറഞ്ഞു. ആദ്യം വിഷമിച്ച കപ്പിത്താൻ ജോനയെ അനുസരിച്ചു. ജോനയെ കടലിൽ തള്ളിവിട്ടു. അപ്പോൾ തന്നെ കടൽ ശാന്തമായി. അപ്പോഴേക്കും ഒരു വലിയ മത്സ്യം പ്രത്യക്ഷപ്പെട്ടു. ആ മത്സ്യം ജോനയെ വിഴുങ്ങി. 3 രാവും 3 പകലും യാത്രയ്ക്ക് ഒടുവിൽ ആ മത്സ്യം ജോനയെ പുറന്തള്ളി. ജോന നിനവേ നഗരത്തിൽ എത്തിയിരുന്നു. ദൈവത്തിന്റെ കാരുണ്യവും മഹത്വവും ജോന തിരിച്ചറിഞ്ഞു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ജോന ദൈവകൽപ്പന പോലെ നിനവേ നഗരത്തിലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അവരെ ദൈവത്തെയും സത്യത്തെയും കൊണ്ടുവരാൻ പ്രവചനങ്ങൾ നടത്തി. നിനവേ നഗരത്തിലെ ജനങ്ങൾ തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും പശ്ചാത്തപിക്കുവാനും തുടങ്ങി. അവർ ജോനയുടെ വാക്കുകൾ വിശ്വസിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു. തിന്മയുടെ പാതയിൽ നിന്നും പിന്മാറി. ദൈവം നിനവേ നഗരത്തിലെ ജനങ്ങളോട് പൊറുത്തു. ദൈവം അവരോട് ഇത്രയും പെട്ടെന്ന് എങ്ങനെ പൊറുത്തു എന്ന് ജോനയ്ക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ജോന അതിനെക്കുറിച്ച് ഓർത്ത് ഒരു കൂറ്റൻ മരത്തിന്റെ താഴെയിരുന്നു. രാത്രി മുഴുവൻ ആലോചിച്ചു. സൂര്യൻ ഉദിച്ചപ്പോഴേക്കും ആ കൂറ്റൻ മരം കടപുഴകി വീണു. ഇത് കണ്ട് ജോനയ്ക്ക് വലിയ വിഷമമായി. അപ്പോൾ ദൈവം ജോനയോട് സംസാരിച്ചു. ഈ മരം വീണപ്പോ നിനക്ക് വിഷമം തോന്നിയല്ലേ? ഈ മരം നിനക്ക് ഒന്നുമായിരുന്നില്ല. എന്നിട്ടും നിനക്ക് വിഷമം തോന്നി. അപ്പോ പിന്നെ നിനവേ നഗരത്തിലെ ജനങ്ങളോട് ഞാൻ എങ്ങനെ പൊറുക്കാതിരിക്കും? അവർ പശ്ചാത്തപിച്ചപ്പോൾ ഞാൻ പൊറുത്തു. എപ്പോഴും എന്റെ സ്നേഹം എല്ലാവർക്കും തുല്യമായി തന്നെ ആയിരിക്കും. ജോന ദൈവത്തിന്റെ സന്ദേശം മനസ്സിലാക്കി. പൊറുക്കാനും സ്നേഹിക്കുവാനും വിശ്വസിക്കാനും പഠിച്ചു. അതിൽ പിന്നെ ഒരിക്കലും അവൻ ദൈവത്തെ സംശയിച്ചില്ല. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ആരെയും നമ്മൾ വെറുത്തുകൂടാ. ഇനി പറയൂ റോമക്സ്, സ്റ്റെഫിയുടെ ആ റെയർ വെറൈറ്റി പൂവ് മോഷ്ടിച്ചതിന് പ്രിൻസിനെ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കണോ? പ്രിൻസ്, എന്നോട് പൊറുക്കണം. നീയല്ല, ഞാനാണ് സ്റ്റെഫിയുടെ ബോക്സിൽ നിന്നും നിന്റെ ബോക്സിലേക്ക് ആ പൂവ് വെച്ചത്. നിന്നെ കള്ളനാക്കാൻ വേണ്ടി. കൂട്ടുകാരെ, ദൈവം നമ്മെ പൊറുക്കാൻ പഠിപ്പിച്ച പോലെ ഇവിടെ പ്രിൻസ് റോമക്സിനോട് പൊറുക്കണോ? പറയൂ കൂട്ടുകാരെ.
നിനക്ക് മനസ്സിലായല്ലോ? അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. ഇനി എനിക്ക് ടോഫി കഴിക്കാമല്ലോ. നല്ല വിശപ്പ്.